ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2133. ഇന്ന് നവംബർ മാസം 2-ാം തീയതി, ഈ ആണ്ടിലെ 306-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. വലിയ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു തിരിഞ്ഞ് അവരോട് പറയുന്നുണ്ട്, എല്ലാവരും കൂടെ എങ്ങോട്ടാണ്? ഇങ്ങനെ വലിയ ജാഥയായിട്ട് വരുന്നില്ലെന്ന് വലിയ കാര്യമില്ല. എന്നെ അനുഗമിക്കണമെന്നുള്ളവർ എല്ലാം ഉപേക്ഷിച്ചിട്ട് വരണം. എല്ലാം ഉപേക്ഷിച്ച് വെറും കൈയോടെ വന്നാൽ പോരാ, സ്വന്തം കുരിശ് വഹിച്ചും വരണം. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തില് ആ വചനം കിടപ്പുണ്ട്. ആളുകളുടെ നീണ്ട നിര ക്രിസ്തുയേശുവിനെ വലിയ ആവേശമൊന്നും കൊള്ളിച്ചില്ല. ഇങ്ങനെ ഒറ്റപ്പെട്ടവന്റെ നിശ്വാസങ്ങളാണ് യേശുവിന് വേണ്ടത്. ഇതിനൊരു വലിയൊരു ആൾക്കൂട്ടത്തിന്റെ ബഹളമൊന്നുമല്ല. എല്ലാവരെയും പിന്നിൽ ഉപേക്ഷിച്ച് ബന്ധങ്ങളുടെയും പ്രിയങ്ങളുടെയും ആ മൗലികമായ ഉപേക്ഷ ഉളവാക്കുന്ന എല്ലാം നമ്മളൊന്ന് സ്വീകരിച്ചും ഉപേക്ഷിച്ചും അവനവന്റെ കുരിശെടുത്തുമൊക്കെയുള്ള ഒരു യാത്ര. ഉപേക്ഷിക്കലുകളുടെയും ഉപേക്ഷിക്കപ്പെടലുകളുടെയും വേദനകൾ നമ്മളൊന്ന് അറിയുകയും സ്വീകരിക്കുകയും വേണ്ടേ. നസ്രയത്തിൽ നിന്ന് യെരുശലേമിലേക്കുള്ള യേശുവിന്റെ യാത്ര ഈ കുരിശു വഹിക്കലിൻ്റെതായിരുന്നു. പീലാത്തോസിന്റെ അരമന മുതൽ ഗോകുൽത്ത വരെ യേശു ചുമന്ന കുരിശാണ് നമുക്ക് എക്കാലത്തെയും ധ്യാന വിഷയം. അതങ്ങനെ തന്നെ ആകേണ്ടതാണ്. 33 വയസ്സ് വരെയുള്ള കാലത്ത് യേശു സഹിച്ച കുരിശുകളെ നമ്മൾ ഓർക്കാറില്ല. മറക്കാനാണ് നമുക്കിഷ്ടം. അവഗണനകളുടെയും പീഡനങ്ങളുടെയും ദാരിദ്ര്യത്തിന്റെയും നാണക്കേടുകളുടെയും തെറ്റിദ്ധാരണകളുടെയും കുറ്റാരോപണങ്ങളുടെയും ഭീഷണിപ്പെടുത്തലുകളുടെയും പരിഹാസങ്ങളുടെയും ആ കുരിശുകൾ പല വലുപ്പത്തിലും രൂപത്തിലും നമുക്കുമുണ്ട്. അവ വഹിച്ച് ആ യേശുവിനെ അനുഗമിക്കാനാണ് യേശു നമ്മളെ ക്ഷണിക്കുന്നത്. എന്റെ കുരിശുകളെ വഹിച്ച് യേശുവിന്റെ പിറകെ നടക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് യേശുവിന്റെ കുരിശ് അതിന്റെ ഒരു ചെറു രൂപം ഉണ്ടാക്കി കഴുത്തിലണിഞ്ഞ് എന്റെ ഇഷ്ടം പോലെ നടക്കാനാണ് എനിക്ക് താല്പര്യം. അനുദിന ജീവിതത്തിലെ അവനവന്റെ കുരിശുകൾ വഹിച്ചുകൊണ്ട് യേശുവിന്റെ പിന്നാലെ പോകുന്നതിന് പകരം യേശു കിടന്ന് മരിച്ച കുരിശിന്റെ ചെറിയ രൂപങ്ങളുണ്ടാക്കി അത് അലങ്കാരമായി അണിഞ്ഞ് ഞാൻ നടക്കുന്നതിനെ ഒന്ന് തിരുത്തണം. നടക്കേണ്ടെന്നല്ല, അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ കുറെ കൂടി ചേർത്ത് പിടിക്കണം. പൊന്നിൻ കുരിശുകളും വെള്ളിക്കുരിശുകളും മരക്കുരിശുകളിലും ഒക്കെയായി എന്തുമാത്രം ആഡംബരങ്ങളിലൂടെയാണ് യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മൾ അകന്നു മാറിപ്പോകുന്നത്. ഇങ്ങനെ ആഭരണമായി കഴുത്തിലും അലങ്കാരമായി വിശേഷ അവസരങ്ങളിലും ഉപയോഗിക്കാനുള്ളതല്ല സത്യത്തില് കുരിശെന്ന് പറയുന്നത്. നിത്യേന വഹിക്കേണ്ട ജീവിത പ്രാരാബ്ധങ്ങളും അസ്വസ്ഥതകളും തിന്മയുടെ പ്രലോഭന ശക്തികളും ചെറുതും വലുതുമായ ഇച്ഛാഭംഗങ്ങളും മോഹങ്ങളും വ്യാമോഹങ്ങളും ഇവയൊക്കെയല്ലേ കുരിശുകൾ. ഞാനത് വഹിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ പോയേ മതിയാവും. യേശുവിന്റെ കുരിശ് വഹിച്ചുകൊണ്ട് യേശു മുമ്പേ പോകുന്നുണ്ട്. ആ പിന്നാലെ എത്താനായിട്ട് എന്നെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ആമേൻ.